ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയിസിൽ ലോങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകളുണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ട് സഹകരണമൊക്കെ ഉണ്ടാവണം. ഇൻഷാ അല്ലാ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും നല്ല വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റട്ടെ ഇൻഷാ അല്ലാ. ഞങ്ങളിപ്പം ഉള്ളതെന്ന് വെച്ചാൽ ഹൈലിലെ പ്രിൻസ് സുൽത്താൻ പാർക്കിലാണുള്ളത്. നല്ല രസമാണ് ഇവിടെ. നമ്മളിപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഒരു അസാധ്യ ചൂടാണ് കേട്ടോ. എന്ന് വെച്ചാൽ രാത്രിയായാലും പകലായാലും ഒക്കെ ചൂടാണ്. രാത്രിയൊക്കെ നല്ല ചൂടുള്ള കാറ്റാണ് വരുന്നത്. റൂമിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല, നല്ല ചൂടായിട്ട്. അപ്പം ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നമുക്കൊന്ന് റിലാക്സ് ആവാമെന്ന് വിചാരിച്ച് ഫ്രണ്ട്സെല്ലാം ആയിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം വിചാരിച്ചൊരു വീഡിയോസൊക്കെ ഇടാം. എന്തായാലും ചാനലൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോസെല്ലാം ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ടായതാ കേട്ടോ. ഇവിടെ നല്ല രസമാണ്. പിള്ളേർക്ക് കളിക്കാനെല്ലാം ആയിട്ട് നല്ല പ്ലേസാണ്. ഇതാ മക്കളൊക്കെ കളിക്കുന്ന കാണുന്നില്ലേ, നല്ല രസമാണ് കേട്ടോ. പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. ആദ്യമൊന്നും ഈ ഒരു പാർക്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പം അടുത്ത കാലത്താണ് ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നല്ല രസമാണ്. മക്കളെ കൂട്ടിയിട്ട് നമുക്ക് വരാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലേസാണ്. എന്ന് വെച്ചാൽ വെറുതെ ഇരുന്ന് പുല്ലിലിരുന്ന് പോകുന്നതിൽ നല്ലതല്ല. മക്കൾക്ക് ഒരുപാട് എന്താ പറയുക, കളിക്കാൻ ഒരുപാട് മക്കൾ എൻജോയ്മെൻറ്റ്സ് ഉണ്ടാകും. അവർ വെറുതെ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കാണ്ട് അവർക്ക് ഓരോ ആക്ടിവിറ്റീസും നല്ല രസമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അവർ ഒരുപാട് ഫ്രണ്ട്സെല്ലാം കൂടിയിട്ട് അങ്ങനെ കളിക്കാനും നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. മംഗലാപുരം, അതുപോലെ തന്നെ കേരളക്കാർ, അങ്ങനെയെല്ലാം ആയിട്ട് കേരളക്കാരിൽ കണ്ണൂർ, കോഴിക്കോട്, കൊല്ലം, അങ്ങനെയെല്ലാം ആയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. മാഷാ അല്ലാ അടിപൊളിയാണ്. ഇപ്പോൾ പ്രവാസികളായിട്ട് നിൽക്കുന്നവർക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുന്നവർക്ക് മനസ്സിലാവും. ഹസ്ബൻഡിനൊക്കെ കൂട്ടി പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് അപൂർവങ്ങളിൽ അപൂർവം കിട്ടുന്ന ഒരു ചാൻസാണ് അല്ലേ. അപ്പോൾ നമ്മളവിടെ ഒരു ഫ്രണ്ട്സൊക്കെ ഡെവലപ്പായി ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ചൊക്കെ പുറത്ത് പോവുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല എൻജോയ്മെൻറ്റ് ലൈഫായിരിക്കും. നല്ല രസം ഉണ്ടാവും. നമുക്കായാലും അല്ലെങ്കിൽ മക്കൾക്കായാലും ഒക്കെ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ലൊരു പാർക്കാണ്. അടിപൊളിയാണ്, നല്ല രസമുണ്ട്. എന്താ മക്കൾ ഓരോ എൻജോയ്മെൻറ്റ്സും കാണുന്നില്ലേ. മക്കൾക്ക് ഒന്ന് എന്താ പറയുക, ഒന്ന് അങ്ങനെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ഇതുമില്ല. മക്കൾക്ക് എന്തുണ്ടെങ്കിലും ഓരോ ആക്ടിവിറ്റീസും ഡിഫറെൻറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഓരോന്നുള്ളത്. എന്തായാലും ഹൈലിലുള്ളവർക്ക് എന്തായാലും എൻജോയ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ എൻട്രി ആണ്. അങ്ങനെ പൈസയും കാര്യങ്ങളൊന്നും വേണ്ട. എല്ലാ കാര്യത്തിനും ഫ്രീ എൻട്രി ആണ്. അതുപോലെ തന്നെ മക്കൾക്ക് മാത്രമല്ല കേട്ടോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് വലിയ ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല ചില്ല് ചെയ്യാൻ പറ്റുന്ന ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത്. എന്ന് പറയുന്നത് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മക്കളങ്ങ് ഫ്രീ ആയിട്ടങ്ങ് വിടാൻ പറ്റും. കാരണം ഒരു ടെൻഷൻസും കാര്യങ്ങളൊന്നുമില്ല. മക്കൾ വീഴുകയോളി അല്ലെങ്കിൽ റോഡ് മേലേക്ക് പോകുകയോളി അങ്ങനെയുള്ള ഒരു ടെൻഷൻസും നമുക്കില്ല. കാരണം അവർക്ക് ഓരോ ആക്ടിവിറ്റീസും എന്ന് പറയുക ഒരു മടുപ്പില്ലാണ്ട് ഓരോന്നും ഡിഫറെൻറ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇപ്പോൾ ഉള്ളൊരു കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല ചൂടൊക്കെ ആണല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് നല്ലൊരു ചെറിയൊരു കാറ്റൊക്കെ കൊള്ളാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയിരിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലേസും കൂടിയാണിത്. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നന്നായിട്ട് ചില്ല് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ സൊറയൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലേസാണ് കേട്ടോ ഇത്. ഓരോന്നും കാണുന്നില്ല, നല്ല കുട്ടികളൊക്കെ ഓടിച്ചാടുന്നതും ഊഞ്ഞാലാടുന്നതും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാണുന്നില്ലേ. ശരിക്കും മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പാർക്കിലുള്ളത്. ഇൻഷാ അല്ലാ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.